അങ്ങനെ ഞങ്ങൾ മോർണിംഗിൽ എറണാകുളത്തേക്ക് ടൗണിലേക്ക് ഇറങ്ങിയതാണ്. ഇതാണ് ക്വാർട്ടേഴ്സ് ഏരിയ. ചേട്ടൻ്റെ ക്വാർട്ടേഴ്സ് എവിടെയാണ്. അങ്ങനെ എവിടേക്ക് പോകണമെന്ന് അറിയില്ല, മെറൈൻ ഡ്രൈവിലേക്ക് ജസ്റ്റ് ഇറങ്ങിയതാണ്. അവിടെ ഉണ്ട് രാജസ്ഥാനികൾ കുറേ, ഈ കയ്യിലൊക്കെ അച്ചുകൊട്ടിൽ അതിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. അങ്ങനെ മെട്രോയിൽ കയറി ഫോർട്ട് കൊച്ചിയിലോട്ട് പോവാം. പക്ഷേ നല്ല മഴ. മെട്രോയിൽ കയറിയതും ഭയങ്കര മഴ. ഫോർട്ട് കൊച്ചി പോയി ഇറങ്ങി അവിടെ തിരിച്ച് നമ്മൾ വീണ്ടും മെറൈൻ ഡ്രൈവിലെത്തി. അവിടുന്ന് മെട്രോ സ്റ്റേഷൻ വഴി എടപ്പള്ളി പോയി ഇറങ്ങി ലുലുവിലോട്ട് പോകാമെന്ന് വെച്ചു. മഴ കാരണമാണ്, ഇല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ കറങ്ങാമെന്ന് വെച്ചായിരുന്നു. അങ്ങനെ ലുലുവിലെത്തി. അങ്ങനെ ഞങ്ങൾ ലുലുവിലോട്ട് പോവുകയാണ്. മോൻ എപ്പം വന്നാലും ലുലുവിൽ പോകണം. അതേപോലെ അവിടുന്ന് കളിക്കാനാണ് മെയിൻ ഉദ്ദേശം. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തന്നെ കഴിച്ചു. പിന്നെ ഇപ്പോൾ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അന്നേരം പിന്നെ നമ്മൾ ടീ ഓർഡർ ചെയ്തു. കട്ട്ലറ്റും സമൂസയും മസാല ടീയും നോർമൽ ടീയും ഒക്കെ. അങ്ങനെ ഇതെല്ലാം കഴിച്ചു. പിന്നെ നേരിട്ട് ഫഞ്ചൂറിയയിൽ പോയി കുറേ റൈഡ്സിലൊക്കെ കയറി. കുറേ ഇതിൽ കയറാൻ പറ്റിയില്ല. ഏജും അവർ എത്ര ഹൈറ്റ് വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പം കുറേ റൈഡ് മിസ്സായി. ഇതിപ്പം കയറിയത് എയ്റോപ്ലെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര പേടി. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി. ഉച്ച സമയമായി. അപ്പം ലഞ്ച് ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തു. അനൂപേട്ടനൊരു സദ്യയല്ല, ഒരു ഫിഷ് മീലിന് ഓർഡർ ചെയ്തു. ഞാൻ ബിരിയാണി. ഈ എടുത്തത് തലതിരിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എന്താണെന്നറിയില്ല, സെൽഫിയിലോട്ട് വരുമ്പോൾ തോന്നും ഇങ്ങനെ തലതിരിഞ്ഞിട്ട് വരുന്നത്. കുഞ്ഞു പക്ഷേ ചോറൊന്നും കഴിച്ചില്ല. ചിക്കിങ്സിൽ നിന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ അത് വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഒരു കുൽഫി വാങ്ങിച്ചു. 150 റുപ്പീസ് ഇട്ടോ ഒരു മാംഗോ കുൽഫിക്ക്. അതും കഴിച്ച് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ്, ക്വാർട്ടേഴ്സിലേക്ക് പോവാണ്. അപ്പം ഒന്നുകൂടെ ജസ്റ്റ് ഫുഡ് കോർട്ടിൽ ഭയങ്കര തിരക്ക്, അതുകൊണ്ടൊന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. അപ്പം തിരിച്ച് നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ കണ്ടതാണ് 20,000 ആ ഒരു സെറ്റിന്.